മിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 26 അധ്യായം 15-16 വാക്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം. സെയിന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 26 verses 15 and 16. ഞാൻ അവനെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നാൽ നിങ്ങൾ എനിക്ക് എന്ത് തരും? അവർ അവന് 30 വെള്ളി നാണയങ്ങൾ വാഗ്ദാനം ചെയ്തു. അപ്പോൾ മുതൽ അവൻ ഈശോയെ ഒറ്റുകൊടുക്കുവാൻ അവസരം അന്വേഷിച്ചുകൊണ്ടിരുന്നു. എല്ലാ രഹസ്യങ്ങളും എല്ലാവരിൽ നിന്നും കുറെ കാലത്തേക്ക് ഒളിച്ചു വയ്ക്കുവാൻ സാധിക്കും. ചില രഹസ്യങ്ങൾ എന്നും ചിലരിൽ നിന്ന് ഒളിച്ചു വയ്ക്കുവാനും സാധിക്കും. എന്നാൽ എല്ലാവരിൽ നിന്നും എല്ലാ കാര്യങ്ങളും എന്നും മറച്ചു വയ്ക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. നമ്മിൽ ചിലരുടെയെങ്കിലും സൽപ്പേരും ബഹുമാനവും ധനവുമൊക്കെ ചില രഹസ്യങ്ങളിന്മേൽ തങ്ങി നിൽക്കുന്നതായിരിക്കാം. രഹസ്യങ്ങളിന്മേൽ ജീവിതം കെട്ടിപ്പടുക്കാതിരിക്കുവാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈശോയെ ചുംബനം ചെയ്ത് ഒറ്റിക്കൊടുക്കുന്നതും പ്രതിഫലമായി പണം സ്വീകരിക്കുന്നതും രഹസ്യമായിരിക്കും എന്ന് യൂദാസ് വ്യാമോഹിച്ചു. ചുംബനം കൊടുക്കുന്നത് കാണുന്നവർ കാര്യം മനസ്സിലാക്കുകയില്ല. പടയാളികൾ പിടികൂടുന്ന ഒറ്റപ്പെട്ട സംഭവമായിരിക്കും എന്നായിരുന്നു യൂദായുടെ കണക്കുകൂട്ടൽ. പക്ഷേ പ്രതീക്ഷകൾക്ക് വിപരീതമായിരുന്നു ഫലം. സകലവും പരസ്യമായി. യൂദാസിന്റെ ശവശരീരം വീണ് പൊട്ടിച്ചിതറി. അവൻ വലിച്ചെറിഞ്ഞ പണം കൊണ്ട് വാങ്ങിയ ഭൂമി അവന്റെ പേരിനെ നിലനിർത്തുന്ന ശവപ്പറമ്പായി തീർന്നു. യൂദയുടെ വഞ്ചനയുടെ സ്മാരകമാണ് പരദേശികൾക്ക് വേണ്ടിയുള്ള ആശ്മശാനം. നയമാനോട് സംഭാവന വാങ്ങിയ ഗേഹസി സകലവും രഹസ്യമായിരിക്കുമെന്ന് കരുതി. പക്ഷെ എലീശാ പ്രവാചകൻ സകലവും അറിഞ്ഞിരുന്നു. അനന്യാസും സഫീറയും വസ്തുവിന്റെ വിലയിൽ ഒരു ഭാഗം സൂക്ഷിച്ചു വെച്ചപ്പോൾ ആരും അറിയില്ല എന്ന് ചിന്തിച്ചു. അത് പരസ്യമായി എന്ന് മാത്രമല്ല, അവരുടെ അകാല മരണത്തിന് ഹേതുവാകുകയും ചെയ്തു. എല്ലാം പരസ്യമാകുമെന്ന ബോധ്യത്തോടെ മാത്രമേ നാം എന്തും പ്രവർത്തിക്കാവൂ. ജീവിതത്തിൽ രഹസ്യങ്ങൾ ഇല്ലാതിരുന്നാൽ നാം സ്വതന്ത്രരാണ്. രഹസ്യങ്ങൾ പരസ്യമാകുമെന്ന ഭയം ഉണ്ടാവുകയില്ല. വാക്കിലും പ്രവൃത്തിയിലും പരസ്യമാകുവാൻ പാടില്ലാത്ത രഹസ്യങ്ങളില്ലാതിരിക്കുവാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. രഹസ്യങ്ങളിന്മേൽ നമ്മുടെ ജീവിത സൗധം ഉറപ്പിക്കരുത്. അപ്പോൾ എല്ലാവർക്കും സൃഷ്ടിക്കുവാനിടയാവട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.